ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഇന്ത്യയിലെ പ്രീമിയം സെല്ലിംഗ് ബ്രാൻഡായ ഇൻഡസ്കാറിന്റെ ബസ്മതി റൈസ് ആണ്. ഈ റൈസിന്റെ പ്രത്യേകത ഇത് GI ടാഗുള്ള വർദ്ധമാനിൽ മാത്രം വിളയുന്ന പ്രീമിയം വർദ്ധമാൻ കൈമ ബിരിയാണി റൈസ് ആണ്. നല്ല മണവും ടേസ്റ്റും ഉണ്ട് ഈ റൈസിന്. ഈ റൈസ് വെച്ചിട്ട് ബിരിയാണി മാത്രമല്ല, ഫ്രൈഡ് റൈസ്, പുലാവ് എല്ലാം ഉണ്ടാക്കാൻ നല്ലതാ. കൂട്ടുകാരെല്ലാം ഇതൊന്ന് വാങ്ങിച്ച് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം അഭിപ്രായമൊക്കെ പറയണേ. ബിരിയാണി റൈസ് മാത്രമല്ല, ഇവരുടെ മന്തി റൈസ് ഉണ്ട്, കൈമ റൈസ് ഉണ്ട്. ഇതൊക്കെ മാർക്കറ്റിൽ ലഭ്യമാണ്. ഈ അരി വെച്ചിട്ട് നമുക്ക് നല്ലൊരു ബിരിയാണി വെക്കാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇൻഡസ് ഗാർഡന്റെ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 2 മണിക്കൂർ നേരം ഞാൻ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത്രയും നേരം സോക്ക് ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്നറിയാവോ? നല്ല അരി സോഫ്റ്റ് ആയും കിട്ടും, അതുപോലെ ക്വാണ്ടിറ്റിയും കൂടുതൽ കിട്ടുവേ. അതിനെ ആദ്യം വെള്ളം ഒഴിച്ചതൊന്ന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് ഇതിന് ബാക്കിയുള്ള ചേരുവകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവേ. 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാനിലെ എണ്ണ ചൂടായി വരുന്ന സമയത്ത് 2 സ്ലൈസ് ആയിട്ട് അരിഞ്ഞ സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബിരിയാണിക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടായത്. ഇനി ഇത് മൂത്ത് വരുന്ന സമയത്ത് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ബിരിയാണിക്ക് ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചേർക്കുന്നത് മല്ലിയില, പുതിനയിലയാ. ഇതൊക്കെ നല്ല വറുത്ത് കിട്ടുവാണെങ്കിലല്ല പച്ചച്ചവി ഉണ്ടാവുകയല്ലേ. പിന്നെ കാഷ്യൂ, മുന്തിരി, ബദാം, ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സാണ് ഉള്ളത് അതെല്ലാം നമുക്കിത് ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഒന്ന് വറുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള മസാല ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു 4 സവോള സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ചതച്ച് ചേർക്കണം കേട്ടോ. ചെറിയ ഉള്ളി കൂടുതൽ ചേർക്കണം. അതുപോലെ പച്ചമുളകും കുരുമുളക് പൊടിയും. മുളക് പൊടി തീർത്തും ബീഫ് ബിരിയാണിക്ക് കുറയ്ക്കണേ. ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴട്ടിയെടുക്കാം. 2 തക്കാളി വലുത് മുറിച്ചതും ചേർക്കുന്നുണ്ട്. ഇൻഡസ് ഗാർഡന്റെ റൈസ് കൊണ്ട് ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് നല്ല ടേസ്റ്റും മണവുമാണ്. ഞാൻ ഉണ്ടാക്കി നോക്കിയതാ. നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായമൊക്കെ പറയണേ. ഞാൻ ഇവരുടെ തന്നെ ഒരു അരി പരിചയപ്പെടുത്താം. ഇത് മന്തി റൈസാണ് കേട്ടോ. ഇത് മന്തി ഉണ്ടാക്കാൻ ബെസ്റ്റാ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റൈസായത് കേട്ടോ. ഇത് കൂടാതെ ഇവരുടെ പല ടൈപ്പ് ബസ്മതി റൈസും നമുക്ക് വാങ്ങാൻ കിട്ടുവേ. എല്ലാം എക്സ്പോർട്ടിങ് ക്വാളിറ്റി ഉള്ളതാ. ഒരു പ്രാവശ്യം നമ്മളിത് വാങ്ങി ഉപയോഗിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ വീണ്ടും വീണ്ടും വാങ്ങാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റും മണവും ആയതിനെ. സവാള ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള പൊടിയേറ്റവ 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി ഞാൻ 1/2 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളേ. പിന്നെ ഗരം മസാലയാണ്. ആ ഗരം മസാലയും കൂടെ ചേർത്തതിന് ശേഷം നല്ല മിക്സ് ചെയ്ത് കൊടുത്ത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്ന പാകമാകുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല ഇളക്കി കൊടുക്കണം. പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് എൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. കാഷ്യൂ, ബദാം, കസ്കസ് ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു പിടി പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന ഈ കസ്കസിൻ്റെ കൂട്ടും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇതാ ബിരിയാണിക്ക് ഏറ്റവും ഗ്രേവിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫില്ലേ, ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കണം. അപ്പോൾ ബീഫ് ഓൾറെഡി വെന്തതാ. അതിനുശേഷം 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്താൽ വീണ്ടും ഒന്ന് അടച്ച് വെക്കണം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കുറേ കിസ്മിസ് ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അടച്ച് വെച്ചതിന് ശേഷം ഉണ്ടല്ലോ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ മസാല കൂട്ടും റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് മസാല റെഡിയായി. ഇനി ഇത് മാറ്റി വയ്ക്കാവേ.
നെക്സ്റ്റ് നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് മുമ്പായിട്ട് ഇൻഡസ് ഗാർഡൻ്റെ തന്നെ ഒരു അരി കൂടെ പരിചയപ്പെടുത്താം. ഇത് കൈമ റൈസ് അവരുടെ. ഇത് ഏറ്റവും നല്ലത് നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാനാണ്. ബിരിയാണി ഉണ്ടാക്കാനും നല്ല സ്മെല്ലാണ് കേട്ടോ. പുലാവ് അങ്ങനെ എന്ത് വേണേലും ഉപയോഗിച്ച് ഉണ്ടാക്കാം. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗീ റൈസാണ്. ആറ് ഗ്ലാസ് വെള്ളം വെച്ച് തിളച്ച് വരുന്ന സമയത്ത് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോല ഇതെല്ലാം മസാല കൂട്ടുകളും ചേർത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തതിന് ശേഷം വേണം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാനേ. 2 മണിക്കൂർ മുമ്പ് സോക്ക് ചെയ്ത് വെച്ച അരി നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് മതി. അതിനകമായിട്ട് വെന്ത് കിട്ടും. ആവശ്യത്തിന് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചോറൊരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്ക് കുറച്ച് നെയ്യോ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നുകൂടി അടച്ചു വെച്ച് ഒരു സിം ഓടിയിട്ട് വേവിക്കാം. ഇപ്പം വെന്ത് പറ്റി വന്നിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഈ പാകമാകുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പൈനാപ്പിളൊക്കെ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് കിട്ടാൻ, ഒരു കടുപ്പും ഇല്ലാണ്ടിരിക്കാൻ ചേർക്കുന്നത് കേട്ടോ. ഇനി ഇതൊന്നുകൂടി അടച്ചു വെച്ച് ചോറ് വറ്റിച്ചെടുക്കാവേ. ഈ സമയത്ത് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കുന്നുണ്ട്. ഇതും ചേർത്ത് ആവശ്യത്തിന് നെയ്യും ഒഴിച്ചതിന് ശേഷം ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് ദം ഇടാവേ. ഫസ്റ്റ് ലെയർ നമ്മൾ റൈസ് ഇടണം. അതിനുശേഷം ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സുകളൊക്കെ ചേർക്കണം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വേണം നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാൻ. മസാല മൊത്തം ചേർത്തതിന് ശേഷം നമുക്ക് ഓരോ ലെയർ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവേ. ഇപ്പം നല്ല കൊതിപ്പിക്കുന്ന മണമൊക്കെ വരുന്നുണ്ട്. ഈ അരി നല്ല കുതിർത്തിയത് കൊണ്ടുണ്ടല്ലോ നമുക്ക് ഉദ്ദേശിച്ചതിനെക്കാട്ടി കൂടുതൽ ചോറ് കിട്ടുവേ. ഇപ്പോൾ നല്ല ക്വാണ്ടിറ്റി ചോറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ചോറ് കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത അരിയായതെന്ന്. അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള അരി ഇൻഡസ് ഗാർഡൻ്റെ. ഇപ്പം നമ്മൾ എല്ലാം ഇട്ട് കഴിഞ്ഞു. ഏറ്റവും ടോപ്പിലായിട്ട് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിൾ ചേർത്തിട്ടുള്ളതുകൊണ്ട് പൈനാപ്പിൾ എസൻസ് ചേർക്കുന്നില്ല. അങ്ങനെ ബിരിയാണിയുടെ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ സെറ്റായിട്ടുണ്ട്. ലാസ്റ്റ് ആവശ്യത്തിന് ഞാൻ നെയ്യും ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുള്ളേ. ഇപ്പം നമ്മുടെ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ആ കൊതിപ്പിക്കുന്ന മണമുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റൈസിൻ്റെ പ്രത്യേകത ഇത്രയും ബിരിയാണിക്ക് മണവും രുചിയും വരുന്നത്. ഇൻഡസ് ഗാർഡൻ റൈസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണി റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും ഈ അരി വാങ്ങിച്ച് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇവരുടെ മന്തി റൈസിൻ്റെ റെസിപ്പിയുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.